ബീച്ചിലെ ബിഗ് സ്ക്രീനിന് മുന്നിൽ ആർപ്പ് വിളിക്കുന്ന ജനക്കൂട്ടം. ഷോപ്പിംഗ് മാളുകളും സ്ട്രീറ്റുകളും നിശ്ചലമായ നിമിഷങ്ങൾ. കേരളം അടുത്തൊന്നും ഒരു ക്രിക്കറ്റ് ലോകകപ്പിനെയും ഇത്രയും വൈകാരികമായി ഏറ്റെടുത്തിട്ടില്ല. ഫുട്ബോളിനെ ആഘോഷമാക്കുന്ന മലയാളി ക്രിക്കറ്റിനെ ഇത്രയും ആരവത്തോടെ കൊണ്ടാടാൻ കാരണം ഒന്നേയുള്ളൂ: സഞ്ജു സാംസൺ. ഇനി ഡൈഹാർഡ് ക്രിക്കറ്റ് പ്രേമികൾക്കോ അവിസ്മരണീയമായ ഒരുപാട് മൊമെൻറ്റുകളും മത്സരങ്ങളും ലഭിച്ച ഒരു ലോകകപ്പാണിത്. 2020 ക്രിക്കറ്റിൻ്റെ സകല ആവേശവും നുകരാനായ ഒരു ലോകകപ്പ്. നമ്മെ ത്രസിപ്പിച്ചു നിർത്തിയ ആ മൊമെൻറ്റുകളൊന്ന് റീവൈൻഡ് ചെയ്യാം. കളി തുടങ്ങും മുമ്പേ ലോകകപ്പ് വാർത്തകളിൽ ഇടം പിടിച്ചത് രാഷ്ട്രീയ കാരണങ്ങളാലാണ്. മുസ്തഫിസുർ റഹ്മാനെ IPL നിന്നും വിലക്കാനുള്ള തീരുമാനം ബംഗ്ലാദേശിൻ്റെ ബഹിഷ്കരണത്തിലെത്തിച്ചു. പിന്നാലെ പാകിസ്ഥാൻ്റെ സമ്മർദ്ദതന്ത്രങ്ങൾ തുടങ്ങി. ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന പാക് പ്രഖ്യാപനത്തോടെയാണ് ലോകകപ്പിന് അരങ്ങുണരുന്നത്. 20 രാജ്യങ്ങൾ 5 ടീമുകളായി 4 ഗ്രൂപ്പുകളിൽ അണിനിരുന്നു. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ സൂപ്പർ 8ലേക്ക്. ഹൈബ്രിഡ് മോഡലിലുള്ള ടൂർണമെൻ്റ് ആയതിനാൽ ലങ്കയിലും ഇന്ത്യയിലുമായാണ് ലോകകപ്പ് തുടങ്ങിയത്. അങ്ങനെ ലോകകപ്പിന് അരങ്ങുണർന്നു. ആദ്യ മത്സരം പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിൽ. ഒരു ഈസി വാക്ക് ഓവറാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ആദ്യ മത്സരം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകിയത് മനോഹരമായ നിമിഷങ്ങൾ. ഒരു വേള നെതർലൻഡ്സ് വിജയം കണ്ട മത്സരത്തിൽ ഫഹീം അഷ്റഫിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ബലത്തിൽ പാകിസ്ഥാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അന്നേ ദിവസം രാത്രി അമേരിക്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ മത്സരം. വമ്പൻ സ്കോർ കിനാവ് കണ്ടിറങ്ങിയ ഇന്ത്യയെ വാങ്കഡയിൽ അമേരിക്ക വിറപ്പിച്ചു നിർത്തിയ മണിക്കൂറുകൾ. ഷർലി വൻവിക്കായിരുന്നു അമേരിക്കയുടെ ഹീറോ. ഒടുവിൽ മഹാദുരന്തമാകുമായിരുന്ന ഒരു ഇന്നിങ്സിനെ സൂര്യകുമാർ യാദവ് വന്ന് എടുത്തുയർത്തി. വിറച്ചെങ്കിലും ഇന്ത്യക്ക് 29 റൺസ് വിജയം. രണ്ടാം ദിനത്തിലും കണ്ടു ഒരു തീപ്പാറും പോരാട്ടം. ഇംഗ്ലണ്ട് ഉയർത്തിയ 184 റൺസ് പിന്തുടർന്ന നേപ്പാൾ വാങ്കഡയിൽ ഒരു വിജയം മണത്തതാണ്. പക്ഷേ ക്ലൈമാക്സിൽ അവർക്ക് കാലിടറി. വിനയായത് പരിചയസമ്പത്തില്ലായ്മ തന്നെ. ഫലത്തിൽ ഇംഗ്ലണ്ടിന് 4 റൺസ് വിജയം. കളികൾ വീണ്ടും മുന്നോട്ട് പോയി. ഫെബ്രുവരി 11 അഹമ്മദാബാദിലെ രസമായൊരു ഉച്ചനേരത്ത് നടന്ന മത്സരം ക്രിക്കറ്റ് പ്രേമികളെ സൂചിമുനയിൽ നിർത്തി. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 187 റൺസ് പിന്തുടർന്ന അഫ്ഗാനിസ്ഥാനായി ഒരാൾ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. യെസ്, റഹ്മത്തുള്ള ഗുർബാസ്. ആ പോരാട്ടത്തിനൊപ്പം അഫ്ഗാൻ വാലറ്റവും ചേർന്നതോടെ മത്സരം അവസാനിച്ചത് ടൈയിൽ. ഡ്രമാറ്റിക്കായ ഒട്ടേറെ മൊമെൻറ്റുകൾ റബാഡി എറിഞ്ഞ അവസാന ഓവറിലുണ്ടായിരുന്നു. ഒടുക്കം മത്സരം സൂപ്പർ ഓവറിലേക്ക്. അവിടെ 17 റൺസ് അടിച്ച് അഫ്ഗാൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. സൂപ്പർ ഓവറിലെ അവസാന പന്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടൈ ആകാൻ വേണ്ടത് 6 റൺസ്. പക്ഷേ അത് സിക്സറിന് പറത്തിക്കൊണ്ട് ട്രിസ്റ്റൻ സ്റ്റെപ്സ് എല്ലാവരെയും ഞെട്ടിച്ചു. അതോടെ വീണ്ടും ഒരു സൂപ്പർ ഓവർ കൂടി പിറന്നു. രണ്ടാം സൂപ്പർ ഓവറിൽ മില്ലറും സ്റ്റെപ്സും അടിച്ചത് 23 റൺസ്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ്. വിജയിക്കാൻ വേണ്ടത് അവസാനത്തെ 4 പന്തിൽ 24 റൺസ്. പക്ഷേ കേശവ് മഹാരാജിനെ തുടരെ 3 സിക്സറുകൾ പറത്തിക്കൊണ്ട് ഗുർബാസ് ദക്ഷിണാഫ്രിക്കൻ നെഞ്ചിലേക്ക് തീ കോരിയിട്ടു. പക്ഷേ വിധി അയാൾക്കെതിരായിരുന്നു. അവസാന പന്തിൽ ഗുർബാസ് പുറത്തായതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 റൺസ് വിജയം. തൊട്ടടുത്ത ദിവസം നേപ്പാളിനെ 10 വിക്കറ്റിന് തകർത്ത് ഇറ്റലിയും ക്രിക്കറ്റ് ലോകത്തേക്ക് തങ്ങളുടെ വരവറിയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ മറ്റൊരു ഹീറോയിക് മൊമെൻ്റ് ഉണ്ടാകുന്നത് കൊളംബോ പ്രേമദാസയിലാണ്. ടൂർണമെൻറ്റ് ഫേവറിറ്റുകളായി വന്നിറങ്ങിയ ഓസീസിനെതിരെ സിംബാബ്വെ നടത്തിയത് പൊരിഞ്ഞ യുദ്ധം. 169 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഓസീസിനെതിരെ മുസറവാനിയെയും ബ്രാഡി വാൻസിനെയും വെച്ച് സിക്കന്ദർ റാസ ഒരു ചക്രവ്യൂഹമൊരുക്കി. മാത്യു റൺഷോ മാത്രം പൊരുതി നോക്കിയെങ്കിലും അന്തിമ ജയം സിംബാബ്വെക്കൊപ്പം തന്നെ. പിന്നാലെ ഫെബ്രുവരി 15 ഇന്ത്യ പാക് പോരിനെ നിലമൊരുങ്ങി. പാകിസ്ഥാനും ICCയും തമ്മിൽ നടത്തിയ ദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് മത്സരം തീരുമാനമായത്. കടുത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കാൻ ICCക്കോ ICCയുടെ പണി വാങ്ങാൻ പാകിസ്ഥാനോ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ വലിയ ഹൈപ്പിൽ കൊളംബോയിൽ നടന്ന മത്സരം തീർത്തും ഏകപക്ഷീയമായി. 61 റൺസിൻ്റെ ആധികാരിക ജയവുമായി പാകിസ്ഥാൻ ഒരു എതിരാളിയെയല്ലെന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. പിന്നാലെ പാത്തും നിസാങ്കയുടെ സെഞ്ചുറി കരുത്തിൽ ലങ്ക ഓസീസിനെ 8 വിക്കറ്റിനും മറിച്ചിട്ടു. ഇതോടെ ഓസീസിൻ്റെ ഭാവി തുലാസിലായി. പിന്നാലെയുള്ള അയർലൻഡ് സിംബാബ്വെ മത്സരം വാഷൌട്ടായതോടെ ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുന്ന അപൂർവമായൊരു ചിത്രവും ക്രിക്കറ്റ് ലോകം കണ്ടു. പക്ഷേ ഒരു ത്രില്ലർ പോരിൽ ലങ്കയെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് സിംബാബ്വെ ഒന്നും ആകസ്മികമല്ലെന്ന് തെളിയിച്ച് സൂപ്പർ 8 ഉറപ്പിച്ചു. ഗ്രൂപ്പ് എയിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ ഇന്ത്യയും പാകിസ്ഥാനും തന്നെയാണ് സൂപ്പർ 8ലേക്ക് എത്തിയത്. ഗ്രൂപ്പ് സിയിൽ നിന്നും അൺബീറ്റനായ വിൻഡീസിനൊപ്പം ഇംഗ്ലണ്ടാണ് കടന്നത്. ഡിയിൽ നിന്നും ദക്ഷിണാഫ്രിക്ക ഒന്നാമന്മാരായപ്പോൾ ന്യൂസിലാൻഡ് അതിനൊപ്പം ചേർന്നു. സൂപ്പർ 8 മത്സരങ്ങൾ സീഡ് ചെയ്ത് വെച്ചിരുന്നതിനാൽ 4 ഗ്രൂപ്പ് ചാമ്പ്യന്മാരും ഒരുമിച്ച് സൂപ്പർ 8ൽ അണിനിരുന്നതും വിമർശനമുണ്ടാക്കി. പിന്നാലെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് തുടക്കമായി. ഫെബ്രുവരി 22 അഹമ്മദാബാദിലിട്ട് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ കൂട്ടക്കൊല ചെയ്തു. കനത്ത തോൽവിയും മൈനസ് റൺ റേറ്റും ഇന്ത്യയുടെ സെമി സാധ്യതകൾ അടച്ചുവെന്ന് എല്ലാവരും കരുതി. ടീം ലൈനപ്പും ഇടങ്കയന്മാരുടെ അതിപ്രസരവും സൃഷ്ടിച്ചത് വലിയ കോലാഹലം. അപ്പുറത്ത് വിൻഡീസ് സിംബാബ്വെ 107 റൺസിന് തകർത്തതും ഇന്ത്യയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അതോടെ ഇടങ്കൈ കോമ്പിനേഷൻ പൊളിച്ച് സഞ്ജുവിനെ തിരികെ വിളിക്കണമെന്നായി. പക്ഷേ അതിന് സൂര്യകുമാർ നൽകിയ മറുപടി ഉണ്ടാക്കിയത് വലിയ കോലാഹലങ്ങൾ.
ഒടുവിൽ സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി സഞ്ജു സാംസൺ കംസ് ഇൻ ഫോർ റിങ്കു സിംഗ് എന്ന പ്രഖ്യാപനം സൂര്യൻ നടത്തി. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. സിംബാബ്വെയെ നിലം തൊടിയിക്കാതെ പറത്തിയ ഇന്ത്യക്കായി വിൻഡീസിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക സഹായം ചെയ്തു. അതോടെ നോക്കൌട്ടായി മാറിയ വിൻഡീസിനെതിരായ മത്സരത്തിൽ ഇന്ത്യയെ ഒരുവൻ മുന്നിൽ നിന്നും നയിച്ചു. ടീമിലെ പകരക്കാരൻ അമരക്കാരനാകുന്ന ചിത്രം. വിജയത്തിലേക്കുള്ള അവസാന റൺസുമടിച്ച് ഈഡന്റെ മണ്ണിൽ മുട്ടുകുത്തി നിൽക്കുന്ന സഞ്ജുവിൻ്റെ ചിത്രം ഐക്കോണിക്കായി മാറി. അപ്പുറത്തെ ഗ്രൂപ്പിലും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇംഗ്ലണ്ട് 3-3 ജയിച്ച് സെമി ഉറപ്പിച്ചു. ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരം വാഷ് ഔട്ടായി. ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചു. അതിൽ തന്നെ പാകിസ്ഥാനെതിരെ ഹാരി ബ്രൂക്ക് നേടിയ സെഞ്ചുറിക്ക് ഹീറോയിക് പരിവേഷമുണ്ടായിരുന്നു. ന്യൂസിലാൻഡാണോ പാകിസ്ഥാനാണോ സെമിയിലേക്ക് എന്നതിനെ നെറ്റ് റൺ റേറ്റാണ് തീരുമാനിച്ചത്. ലങ്കയ്ക്കെതിരെ മികച്ചൊരു വിജയം തേടിയിറങ്ങിയ പാകിസ്ഥാൻ ഒരു വേള സെമി കൊതിച്ചെങ്കിലും ദസൂൻ ഷനക ഇവിടെ ഉദിച്ചുയർന്നു. ഒടുക്കം 5 റൺസിൻ്റെ വിജയം പാകിസ്ഥാൻ നേടിയെങ്കിലും നെറ്റ് റൺ റേറ്റിൻ്റെ ബലത്തിൽ ന്യൂസിലാൻഡ് സെമിയിലേക്ക്. ടൂർണമെൻറ്റിലെ 2ാം സെഞ്ചുറിയും ഒരു T20 ലോകകപ്പ് ചരിത്രത്തിലെ ടോപ്പ് സ്കോററുമായി സാഹിബ്സാദ ഫൊറാൻ പാകിസ്ഥാന് ആശ്വാസമായി. അങ്ങനെ സെമിക്കായി 4 ടീമുകൾ അണിനിരന്നു. അതുവരെയും ബീസ്റ്റ് മോഡിൽ കളിച്ചിരുന്ന ദക്ഷിണാഫ്രിക്ക സെമിയിൽ വീണ്ടും ചോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ. മാർക്കോ യാൻസന്റെ കരുത്തിൽ 169 റൺസ് ഉയർത്തിയ ദക്ഷിണാഫ്രിക്കയെ അതിവേഗ സെഞ്ചുറിയുമായി ഫിൻ അലൻ വട്ടിച്ചെടുത്തു. മറുവശത്ത് വാങ്കഡയിൽ നടന്നതോ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു ക്ലാസിക് മത്സരമായി മാറി. സഞ്ജു കത്തിച്ച തീയിൽ നിന്നും ദുബൈയും കിഷനും കത്തിച്ചതോടെ ഇന്ത്യൻ സ്കോർ എത്തിയത് 253 റൺസിൽ. ഒരു ഈസി വിജയം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് മേൽ പക്ഷേ ഒരു ഇടംകയ്യൻ വട്ടമിട്ട് നിന്നു. യെസ്, ജേക്കബ് ബദൽ. വിജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ അവസാന ചിരി ഇന്ത്യക്കൊപ്പം തന്നെ നിന്നുവെങ്കിലും ജേക്കബ് ബദൽ ഒറ്റ ഇന്നിങ്സ് കൊണ്ട് ഹീറോയായി മാറി. അങ്ങനെ ഇന്ത്യ-ന്യൂസിലാൻഡ് ഫൈനൽ. ടൂർണമെൻറ്റിൻ്റെ ആവേശത്തിനൊത്തുള്ള ഫൈനലായിരുന്നില്ല അഹമ്മദാബാദ് നൽകിയത്. വീണ്ടും ഒരു മാസ്മരിക പ്രകടനവുമായി സഞ്ജു സാംസൺ രാജ്യത്തിൻ്റെ ഒന്നാകെ ഹീറോയായി. ആദ്യ പകുതിക്ക് കരക്കിരുന്നവൻ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആകുന്ന ചിത്രം. ന്യൂസിലാൻഡിനെ നിലം തൊടിയിക്കാതെ പറത്തിയ ഇന്ത്യ മറ്റൊരു ICC കിരീടം കൂടി ഏറ്റുവാങ്ങി. ഇനി ഏതാനും ദിവസങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്കൊരു ശൂന്യതയാകും. അതിനുശേഷം IPL ടൂർണമെൻറ്റുകൾക്ക് തുടക്കമാകും. കളി വീണ്ടും മുറുകും.